ഹലോ, ഇന്ന് പെസഹ വ്യാഴം. എൻ്റെ ആദ്യത്തെ പെസഹ വ്യാഴമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിലൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പവും പാലൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു. കുളിച്ച് പള്ളിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനും സോണിയും കൂടെ പള്ളിയിലേക്ക് പോവാണ്. ഓൾറെഡി മമ്മിയും എല്ലാവരും പള്ളിയിലെത്തി. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോണേ. വളരെ നേരത്തെ വന്നുകൊണ്ട് തന്നെ നമ്മൾ നിന്നിട്ടാണ് കുർബാന കണ്ടത് കേട്ടോ. ഒരു പകുതി ടോണി ഉണ്ടായിരുന്നു, ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ചായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു പള്ളിയിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിരക്കൊക്കെ പള്ളിയിൽ പെരുന്നാളിൻ്റെ സമയത്ത് അല്ലാതെ കാണുന്നത്. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. അത്രയും ഭയങ്കര എല്ലാവരും ഭയങ്കര ഭക്തിയിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്ന ഒരു ടൈമായിരുന്നു അത്. പിന്നെ ഞങ്ങൾ പള്ളിയിൽ കഴിഞ്ഞ് നേരെ പോകുന്നത് ആൽബി അങ്കിളിൻ്റെ വീട്ടിലേക്കാണ്. ഇന്നത്തെ ആദ്യത്തെ പെസഹ അപ്പം മുറിക്കുന്നത് ആൽബി അങ്കിളിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതാ ഓരോരുത്തർക്കായിട്ട് അങ്കിള് അപ്പം കൊടുക്കുകയാണ്. അവിടുത്തെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലെത്തി ഇനി നമ്മുടെ പെസഹ അപ്പം നമുക്ക് മുറിക്കാം. ഇവിടെ മമ്മിയാണ് കേട്ടോ മുറിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുന്നേ. അപ്പോൾ ഇതാ മമ്മി അത് കട്ട് ചെയ്യാണ്. അങ്ങനെ ഇവിടെയും നമ്മൾ രണ്ടാമത്തെ പെസഹ അപ്പം മുറിച്ച് കഴിച്ചു. എനിക്കിതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡും ആയിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി ഇഷ്ടത്തോടെ ആയിരുന്നു ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും എല്ലാവരുടെയും സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ ഞാനും ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിനൊക്കെ ഒരു ചാൻസ് കിട്ടിയത്. അങ്ങനെ ഞാനിപ്പോൾ വീട്ടിലേക്ക് ഞാനും സോണിയും കൂടെ പോവാണ്. അപ്പം അവിടെയും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ അത് മുറിച്ചു. അതിൻ്റെ ഒരു രീതി അനുസരിച്ച് തന്നെ അച്ഛനാണ് നമ്മൾക്കെല്ലാവർക്കും അപ്പം മുറിച്ച് തന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടോ. അച്ഛനും അമ്മയൊക്കെ ഹാപ്പി ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല സന്തോഷമുണ്ട്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒത്തിരി സ്നേഹം, സന്തോഷം. നല്ലൊരു ദിവസം. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി മാനാട്ടുപറമ്പിൽ കയറി. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അകത്തേക്ക് കയറിയത്. അതും